ഹലോ, നമസ്കാരം. നമസ്കാരം. അപ്പോൾ ഒരു മനുഷ്യനെന്ന നിലയിൽ നമുക്ക് ഒന്നിലധികം സ്പേസ് ഉണ്ട്. നമുക്ക് ഒരു വീടുണ്ട്, അവിടെ നമ്മൾ ബയോളജിക്കൽ ഫാമിലിയായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നു. നമുക്കൊരു വർക്ക് സ്പേസ് ഉണ്ടാവാം, അവിടെയുണ്ട് സ്റ്റാഫുകൾ, മേലുദ്യോഗസ്ഥന്മാർ. അല്ലെങ്കിൽ നമ്മളൊരു സ്കൂൾ വിദ്യാർത്ഥിയോ കോളേജ് വിദ്യാർത്ഥിയോ ആണെങ്കിൽ അവിടെയും ഉണ്ട് മറ്റുള്ള കുട്ടികളും അധ്യാപകരും. അപ്പോൾ ഇങ്ങനെ പല സ്പേസിൽ നമ്മൾ ജീവിക്കുമ്പോൾ ചില വ്യക്തിത്വങ്ങളുമായിട്ട് നമുക്ക് ഒത്തുചേരാൻ പറ്റുന്നില്ല. വളരെ ഡേഞ്ചറസായുള്ള ഒരു സ്വഭാവദൂഷ്യമുള്ള വ്യക്തിത്വങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. അപ്പോൾ ഇത്തരം ആളുകളെ എങ്ങനെ തിരിച്ചറിയാം എന്നുള്ള ചർച്ചയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ 4-ാം ഭാഗം അവസാന ഭാഗത്തേക്ക് പോകാം. അപ്പോൾ ഇതുവരെ നമ്മൾ ഒരു 5 തരം ആളുകളെ കണ്ടു കഴിഞ്ഞു. ഇനി ആറാമത്തത് ഒരു വ്യക്തിത്വമല്ല, ഒരവസ്ഥയാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ ഓരോരുത്തർക്കും ദുർബലമായ വശങ്ങളുണ്ട്. നമ്മൾ ഇമോഷണലി ഭയങ്കര വീക്കായുള്ള സ്പോട്ടാണ് അതൊക്കെ. പല ഉദാഹരണമുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനൊരു യുവാവാണെങ്കിൽ ഉന്നത വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് വർഷങ്ങളായിട്ട് ജോലിയില്ലാത്തൊരവസ്ഥ. അങ്ങനെ പല എക്സാമ്പിൾസ് പലർക്കും ഉണ്ടാവും. ഇപ്പോൾ കല്യാണപ്രായമായി, കല്യാണം നടക്കുന്നില്ല, അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞു വർഷങ്ങളായി കുട്ടികളുണ്ടാവുന്നില്ല, അല്ലെങ്കിൽ വിവാഹം ഡൈവോഴ്സായി, അല്ലെങ്കിൽ ഞാനെന്ന കുടുംബനാഥൻ്റെ ഒരു ബാങ്ക് ജപ്തി നേരിടുന്നു, എനിക്കൊരു മകളുണ്ട്, വിവാഹം കഴിച്ചയക്കാൻ പറ്റുന്നില്ല, കാരണം സ്ത്രീധനമായിട്ട് വലിയ തുക വേണം, അത് കയ്യിൽ പണമില്ല, വീട്ടിൽ കൂടപ്പിറപ്പുകളായിട്ട് രൂക്ഷമായ വഴക്ക്, കേസ്, അങ്ങനെ നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ മിക്കവാറും എല്ലാവർക്കും തന്നെ ഒന്നോ അതിലധികമോ ഇത്തരം ഡാർക്ക് സ്പോട്ട്, ഇമോഷണലി ഭയങ്കര സെൻസിറ്റീവായ സ്പോട്ടുകളുണ്ട്. അപ്പോൾ ഇത് നമ്മളറിയാവുന്ന നമ്മുടെ ഇമ്മീഡിയറ്റ് ഫാമിലി മെമ്പേഴ്സോ സുഹൃത്തുക്കളോ മറ്റുള്ളവരോ, ഈവൻ നമ്മുടെ അയൽവക്കക്കാരോ ആരോ ആയിക്കോട്ടെ, അവർ ഇടയ്ക്ക് ഈ വിഷയങ്ങളിൽ നമ്മളെന്ന് ഇറിറ്റേറ്റ് ചെയ്യിപ്പിക്കും. അപ്പോൾ മിക്കവാറും കേസുകളിൽ അങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മൾ നിയന്ത്രണം വിട്ട് ഒരു പ്രതികരണം നടത്തും. ചിലപ്പോൾ നമ്മളുടെ മനസ്സിനെ താളം തെറ്റും. പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള നമ്മളൊരു ഡിഫൻസൊക്കെ കൊണ്ടുവരും. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് നമ്മുടെ നിയന്ത്രണം പോകും. അതുവരെ സമാധാനമായിട്ടിരുന്ന് നമ്മൾ പെട്ടെന്ന് ഈ വീക്ക് സ്പോട്ടിൽ ഒരാൾ അതേപ്പറ്റി ചോദിക്കുമ്പോൾ ഉണ്ടാകുന്ന കാര്യമാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചോദിക്കുന്ന ആളുകളെ വെറുക്കുകയാണ് സാധാരണ ചെയ്യുക, അവരായിട്ട് അകലം പാലിക്കുകയാണ് ചെയ്യുക. പക്ഷെ അത് നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കില്ല. സത്യത്തിൽ നമ്മൾ പൊട്ടിത്തെറിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ ഒരു അവസ്ഥയാണ് പുറത്തേക്ക് വരുന്നത്. ആ അവസ്ഥ നമ്മൾ പരിഹരിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. നമ്മളൊരാളെ അകറ്റി നിർത്തിയതുകൊണ്ട് അത് തീരില്ല. കാരണം വേറൊരാൾ വന്ന് അതേ വിഷയത്തിൽ നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യിപ്പിക്കും. അപ്പോൾ അവിടെ സോൾവ് ചെയ്തിട്ട് കാര്യമില്ല, നമ്മുടെ അകത്ത് തന്നെയാണ് സോൾവ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ ഈ പല വിഷയങ്ങൾ അത് നമ്മൾ സമാധാനമായിട്ടിരുന്ന് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. എന്തുകൊണ്ടാണ് എൻ്റെ വിവാഹം നടക്കാത്തത്? എന്തുകൊണ്ടാണ് എനിക്ക് ജോലി കിട്ടാത്തത്? അതിന് ഞാൻ എന്ത് ചെയ്യണം? വിവാഹം വേണോ വേണ്ടയോ? എന്താണ് സമൂഹത്തിൻ്റെ എക്സ്പെക്റ്റേഷൻ? എങ്ങനെ ഇത്തരം ചോദ്യങ്ങൾ ഡീൽ ചെയ്യുക എന്നുള്ളൊരു സ്വസ്ഥമായിട്ടിരുന്നുള്ളൊരു, നമ്മൾ പറയില്ല എല്ലാ വശത്തുനിന്നും ചിന്തിക്കുക എന്നുള്ളത്, അത് ചെയ്യണം. അത് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ പരിഹരിക്കാൻ പറ്റില്ല. അങ്ങനെ പരിഹരിച്ചില്ലെങ്കിൽ നമുക്ക് നമ്മളോട് തന്നെ ഒരു സംശയം തോന്നും, ഇത് ഞാൻ ചെയ്യണത് ശരിയാണോ? കാരണം നമുക്ക് തന്നെ ഒരു വ്യക്തത കിട്ടില്ല. വ്യക്തതയിലേക്കുള്ള യാത്ര അനിവാര്യമാണ്. അങ്ങനെ നമ്മൾ വ്യക്തമായിട്ട് അത് ക്ലോസ് ചെയ്താലാണ് നാളെ ആര് ചോദിച്ചാലും നമ്മൾ ഏതൊരു വിഷയവും കൂളായിട്ട് സംസാരിക്കുന്ന പോലെ സംസാരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ആറാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെയാണ്. കാരണം നമ്മൾ ഈ പ്രശ്നം സോൾവ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്.
അത് അത് ഇറിറ്റേറ്റ് ചെയ്യുന്ന ആളെ നമുക്ക് കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അയാളതുകൊണ്ട് നമുക്ക് ദേഷ്യം തോന്നിയിട്ടോ അയാളെ അകറ്റി നിർത്തിയിട്ടോ കാര്യമില്ല. അതാണ് ഇതിലെ മെയിൻ പോയിന്റ്. അടുത്തതായിട്ട് നമുക്കത് ഓൾമോസ്റ്റ് കഴിഞ്ഞു. സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് മറ്റുള്ള വ്യക്തിത്വങ്ങളിലെ ഡേഞ്ചറസ് പേഴ്സണാലിറ്റീനെ പറ്റിയാണ്. പലപ്പോഴും നമ്മൾ ഒരു ഹോണസ്റ്റായുള്ള ആത്മപരിശോധന നടത്താറില്ല എന്നുള്ളതാണ്. നമുക്ക് കൂടുതൽ എളുപ്പം മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നതാണ്. കാരണം ഈ സ്വയം കുറ്റപ്പെടുത്തുക കഴിഞ്ഞാൽ ഒരു കംഫർട്ടബിളായ സംഭവമല്ലല്ലോ. പറഞ്ഞു വരുന്നത്, നേരത്തെ ചർച്ച ചെയ്ത 5-ൽ പരം ആളുകളിൽ ആരെങ്കിലും നമ്മൾ തന്നെയാണോ എന്ന് പരിശോധിക്കണം. സത്യസന്ധമായിട്ട് പരിശോധിക്കണം. ആണെങ്കിൽ നമുക്ക് കറക്ഷൻ ആവശ്യമാണ്. അല്ലെങ്കിൽ നമുക്കൊരിക്കലും പീസ്ഫുള്ളായുള്ള ഒരു റിലേഷൻഷിപ്പ് കിട്ടില്ല. അടുത്തത്, ഈ പല ബന്ധങ്ങളും നമ്മുടെ ബയോളജിക്കൽ ഫാമിലിയും മറ്റും നമുക്കങ്ങനെ അവരെ കട്ട് ചെയ്ത് കളയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പല വ്യക്തിത്വങ്ങളുടെ ഒരു മോഡ് ഓഫ് ഓപ്പറേഷൻ, അവരുടെ രീതികൾ നമ്മൾ പഠിക്കണം. അത് പഠിച്ചു കഴിഞ്ഞാൽ ഗുണം എന്താ വെച്ചാൽ, അടുത്ത പ്രാവശ്യം അങ്ങനെയുള്ളവർ നമ്മൾ വീട്ടിലോ മറ്റുള്ള വർക്ക് സ്പേസിലോ മറ്റും ഡീൽ ചെയ്യുമ്പോൾ നമുക്ക് ഇവരുടെ മോഡ് ഓഫ് ഓപ്പറേഷൻ അറിയാവുന്നതുകൊണ്ട് നമുക്കത് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും. അങ്ങനെ ശ്രദ്ധിച്ച് കണ്ടാൽ മാത്രം പോരാ, അതിനനുസരിച്ചുള്ള ഒരു ടാക്ടിക്സ് നമ്മൾ ഡെവലപ്പ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമുക്കിവർ ഡീൽ ചെയ്യാൻ പറ്റും. അതാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ നമുക്ക് നമ്മുടെ ചുറ്റുപാട് ഇതുപോലത്തെ പ്രശ്നക്കാരായ കുറച്ചധികം പേരുണ്ട്. ഇതൊന്നും നമുക്ക് ഒറ്റയടിക്ക് സോൾവ് ചെയ്യാനൊന്നും പറ്റില്ല. നമുക്ക് ആകെ ചെയ്യാവുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ, ഇത്തരം ആളുകളുടെ മോഡ് ഓഫ് ഓപ്പറേഷൻ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അത് മനസ്സിലാക്കിയാൽ തന്നെ മാറ്റത്തിൻ്റെ തുടക്കം ആയിക്കഴിഞ്ഞു. പിന്നീട് നിങ്ങൾക്ക് നാച്ചുറലി നമുക്കെല്ലാം സർവൈവ് ചെയ്യാനും നമുക്കെല്ലാം ഇതുവരെ ഇതിനെ പ്രതിരോധിക്കാനുള്ള ബുദ്ധി ജന്മനാ കിട്ടിയിട്ടുണ്ട്. അത് പുറത്തെടുത്താൽ മതി, വേറെ ചെയ്യേണ്ട ആവശ്യമില്ല. അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത്, നമുക്ക് നല്ല സമാധാനപരമായ സന്തോഷകരമായ ബന്ധങ്ങൾ നമുക്ക് വേണം. നമുക്ക് അർഹതയുള്ളതാണ് അതിന്. അപ്പോൾ അതിലേക്കുള്ള യാത്ര ഈസി ആയിട്ട് കിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റുകളൊക്കെ നമ്മൾ ചെയ്താലാണ് നമ്മുടെ ഈ സമൂഹത്തിൽ കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ മിക്കവാറും റിലേഷൻഷിപ്പ് ഒരു യുദ്ധകാല അടിസ്ഥാനത്തിലായിരിക്കും. അത് ആരും ആഗ്രഹിക്കുന്നില്ല. കുറച്ച് അനുഭവങ്ങൾ പറയാം. എനിക്കൊരു സുഹൃത്തുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനോട് എപ്പോഴും നമ്മൾ കാഷ്വലായിട്ട് ഇങ്ങനെ ഒരു നേരം പോക്കിന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് ഉടനെ കക്ഷി ഒരു തർക്കത്തിലേക്ക് കൊണ്ടുപോകും. ഈ തർക്കത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ സാധാരണ നമുക്കൊക്കെ അത്യാവശ്യം പ്രായമായതുകൊണ്ട് നമ്മൾ മാക്സിമം ഒരു ഓപ്പണായിട്ട് സംസാരിക്കും. കാരണം ഒരു കൊടുക്കൽ വാങ്ങലായിരിക്കണമല്ലോ ഈ സംവാദം അല്ലെങ്കിൽ ചർച്ച ഡിബേറ്റ് എന്ന സംഭവം. അപ്പോൾ അത് തർക്കത്തിലേക്ക് നീങ്ങാഞ്ഞാൽ ഏതെങ്കിലും ഒരു ആൾ ഒട്ടും ഓപ്പൺ അല്ലെങ്കിൽ അത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ തുടക്കത്തിലേ എനിക്ക് ഈ വ്യക്തിയായിട്ട് മണിക്കൂറോളം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഈ തർക്കം ഉണ്ടാവുകയും അവസാനം നമ്മളത് എങ്ങനെയെങ്കിലും ക്ലോസ് ചെയ്ത് പോയി കഴിഞ്ഞാലും അതിൻ്റെ ഒരു റിപ്പിൾ, അതിൻ്റെ ഒരു അലവലികൾ ത്രൂ ഔട്ട് ഈവനിങ് നമുക്കുണ്ടാവും. നമ്മൾ പലതും നമുക്ക് അന്ന് ഈവനിങ് വരെയൊക്കെ പലതും ഫോക്കസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. കാരണം നമ്മൾ അങ്ങോട്ട് പറഞ്ഞത് ഇങ്ങോട്ട് പറഞ്ഞതൊക്കെ ഒരുമാതിരി ഹൈലി ടെൻഷൻ ഉണ്ടാക്കിയ സംഭവങ്ങളായിട്ട് മാറും അവസാനം. തുടക്കത്തിലേ ഓക്കെ ആണെങ്കിലും ഇത് ഇഷ്ടക്കേട് വരുമ്പോൾ മൂർച്ഛിച്ച് വരും. അപ്പോൾ ഞാനത് മനസ്സിലാക്കി കുറച്ച് കഴിഞ്ഞപ്പോൾ. പിന്നെ ഞാൻ ചെയ്തതെന്താ വെച്ചാൽ, കാഷ്വലായിട്ട് സംസാരിക്കുമ്പോൾ അത് തർക്കത്തിലേക്ക് പോയാൽ അതിൽ നിന്ന് ഒഴിവാകുന്ന രീതിയിലുള്ള ഒരു സമീപനം എടുത്തു. അപ്പോൾ എനിക്കന്ന് അതുകൊണ്ട് തന്നെ എനിക്ക് അനാവശ്യമായിട്ട് എൻ്റെ ഈ മനസ്സിൻ്റെ അവസ്ഥ, അതുപോലെ നമ്മുടെ എനർജി, മാനസിക നില, ഉണർവ്, ഇതൊക്കെ നഷ്ടപ്പെടാതെ ഇരിക്കുകയും എനിക്കന്ന് അതുപോലെ നമുക്ക് ആ ഈവനിങ്ങും വരെയാക്കി നമ്മുടെ കാര്യങ്ങൾ ഫോക്കസ് ചെയ്യാൻ പറ്റും. മാത്രമല്ല ആ വ്യക്തിയുമായിട്ട് നമുക്ക് ബന്ധം നശിക്കാതിരിക്കും. അപ്പോൾ
നമുക്കൊരു തർക്കം, നമുക്കൊരു കാര്യം സംസാരിക്കുന്ന രണ്ട് വ്യക്തികളും തുറന്ന പുസ്തകം പോലെ ഇരിക്കുകയും പരസ്പരം കൊടുക്കൽ വാങ്ങൽ നടത്തിയാൽ മാത്രമേ ഒരു സംവാദത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അത് വെറും ഒരു ക്ലോസ്ഡ് മൈൻഡായിട്ടുള്ള ഒരു തർക്കമായിട്ട് തീരും. അത് അൺഹെൽത്തിയാണ്. അപ്പോൾ അതങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അപ്പോൾ അതിനുള്ള പരിഹാരം ഞാൻ അങ്ങനെയാണ് ചെയ്തത്. മറ്റൊരു അനുഭവം, ചില ഫോൺ കോൾസ് നമുക്ക് വരുമ്പോൾ കാണാൻ പറ്റും നമ്മുടെ ബോഡി മൊത്തം റിയാക്ഷൻ വളരെ നെഗറ്റീവായിരിക്കും. നല്ല പിരിമുറുക്കം നമുക്ക് ഫീൽ ചെയ്യും. നമ്മുടെ ഷോൾഡറൊക്കെ ഭയങ്കര ടെൻസ്ഡ് ആവും. പക്ഷേ മറുഭാഗത്ത് നമുക്ക് ചില ഫോൺ കോൾ ഭയങ്കര ലൈറ്റായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, നമ്മുടെ മാനസിക നിലയും ഉണർവും പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ ഈ ഫോൺ കോൾസ് പോലത്തെ ഇത്രയും ടെൻഷനുള്ള ഫോൺ കോൾസും മറ്റും കാര്യങ്ങളും നമ്മൾ കുറച്ച് നിയന്ത്രണം ഏർപ്പെടുത്തണം. കാരണം ആ കരുതൽ നമുക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതൊരു വിവേകമാണ്, ശരിയും തെറ്റും തിരിച്ചറിയുന്നൊരു വിവേകം. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ മാത്രമാണ് ശരിക്കും നമുക്ക് മുന്നോട്ടൊരു ഗ്രോത്ത് ഉണ്ടാവുക. അപ്പോൾ ആ വ്യക്തിയെ നമ്മൾ കൺട്രോൾ ചെയ്യുമ്പോൾ, അതിനെ ലിമിറ്റ് ചെയ്യുമ്പോൾ അതിനർത്ഥം നമ്മൾക്ക് കഴിവില്ല അദ്ദേഹത്തിനെ മാനേജ് ചെയ്യാൻ എന്ന ഒരു സ്റ്റാൻഡല്ല. അത് തെറ്റായ സ്റ്റാൻഡാണ് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഓക്കെ. മൂന്നാമതായിട്ട് ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെയൊക്കെ ബാല്യം, കൗമാരം പോലത്തെ കാലഘട്ടം, ഒരു 30-35 വയസ്സ് വരെ നോക്കുമ്പോൾ നമ്മുടെ ബയോളജിക്കൽ ഫാമിലിയിൽ നിന്ന് മറ്റും വളരെ ഡേഞ്ചറസ് പേഴ്സണാലിറ്റി ഉള്ള ആളുകൾ ഉണ്ടെന്നുള്ളതാണ് ആ കാലഘട്ടത്തിൽ. അവരുടെ ഈ സ്വഭാവ ദൂഷ്യം, ഞാൻ ഉദ്ദേശിക്കുന്നത് പെരുമാറ്റ ദൂഷ്യം. സ്വഭാവ ദൂഷ്യം എന്ന് വെച്ചാൽ പെരുമാറ്റ ദൂഷ്യം കൊണ്ട് നമുക്ക് വളരെ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. ഓക്കെ. ഇപ്പോൾ നമുക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അതൊക്കെ ഭയപ്പെടുത്തുന്നുണ്ടെങ്കിലും ഇപ്പോൾ നമുക്ക് കുറച്ചുകൂടി ലിബറേഷൻ, ഒരു സ്വാതന്ത്ര്യം ഫീൽ ചെയ്യുന്നത്. നമുക്കറിയാം ഇത്തരം ആളുകൾ എങ്ങനെയാണ് അവരുടെ മോഡ് ഓഫ് ഓപ്പറേഷൻ എന്നും അവരായിട്ട് എങ്ങനെ ഡീൽ ചെയ്യണമെന്നും എന്തൊക്കെ ടാക്ടിക്സ് ഓരോരുത്തർക്ക് എടുക്കണമെന്നുള്ള കാര്യം നമുക്കിപ്പോൾ അറിയാം. പക്ഷെ ആ കാലഘട്ടത്തിൽ നമ്മൾ വിചാരിച്ചിരുന്നത്, നമ്മുടെ പ്രായക്കുറവ് കൊണ്ട് നമ്മൾ വിചാരിച്ചിരുന്നത് നമ്മളാണ് പ്രോബ്ലം എന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അത് അങ്ങനെ ഒരു സംഭവം ഇപ്പോഴും ഉണ്ട്. അത് മുതിർന്ന ആളുകൾക്ക് കൂടുതൽ മാനിപ്പുലേഷനും ടാക്ടിക്സും അവരുടെ അജണ്ട പാസ്സാക്കാൻ, കുട്ടികളിൽ പാസ്സാക്കാൻ അറിയാം. കുട്ടികളെ ശരിക്കും അവർ അങ്ങനത്തെ ഒരു സ്വഭാവം നമ്മുടെ ചുറ്റുപാടും ബയോളജിക്കൽ ഫാമിലിയിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. നാലാമത്, എൻ്റെ ഒരു പ്രൊഫഷണൽ ലൈഫിൻ്റെ ഒക്കെ ഒരു മിഡ് ടൈമിൽ ഈ മറ്റുള്ള കോവർക്കേഴ്സിനൊക്കെ പ്രൊമോഷനൊക്കെ കിട്ടുമ്പോൾ നല്ലതായിട്ട് അസൂയ തോന്നും. അപ്പോൾ സത്യത്തിൽ ഇപ്പോൾ ഞാൻ തിരിച്ചറിയാൻ എന്താ വെച്ചാൽ, അത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് ഒരു സെൽഫ് ഡൗട്ട് ഉണ്ട്, നമുക്ക് കഴിവില്ല എന്നുള്ളത്. അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്ട്സ് ആണ് ഈ അസൂയായിട്ട് പുറത്തേക്ക് വരുന്നത്. ഇപ്പോൾ നമുക്ക് അറിയാം നമുക്ക് ഏത് മേഖലയിലാണോ ശോഭിക്കാൻ പറ്റാത്തത് അവിടെ നമ്മൾ 3 കാര്യങ്ങൾ ചെയ്യണം. ഒന്ന്, ഡിസിപ്ലിൻ. ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് നമ്മൾ ടൈമൊന്നും വേസ്റ്റ് ചെയ്യാതെ അത്. 2, നമുക്ക് വേണ്ട ഏരിയ ഓഫ് വർക്കിൽ എഫേർട്ട് എടുക്കുക. പിന്നെ കണ്ടിന്യൂസ് ലേണിംഗ് ആ മേഖലയിൽ നടത്തി കഴിഞ്ഞാൽ ഓവർ എ പീരീഡ് ഓഫ് ടൈം നാച്ചുറലി നമ്മൾ എക്സൽ ചെയ്യും. അപ്പോൾ അതോടുകൂടി നമ്മുടെ ഈ അസൂയയും മറ്റുള്ള സാധനങ്ങൾക്കൊന്നും അതിനൊന്നും ഒരു പ്ലേസ് ഇല്ലാതെ വരും. കാരണം നമുക്ക് നാച്ചുറലി നമ്മൾ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അർഹതകൾ കിട്ടും. നമുക്ക് ആർക്കെങ്കിലും ഈ അസൂയ തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ ബേസിക് റീസൺ എന്താ വെച്ചാൽ ഉള്ളിൻ്റെ ഉള്ളിലുള്ള സെൽഫ് ഡൗട്ടാണ്, നമുക്ക് കഴിവില്ല എന്നുള്ളത്. അതിന് നമ്മൾ എഫേർട്ട് എടുക്കുന്നതിന് പകരം അതിൻ്റെ ഒരു ഡിഫൻസാണ് ഈ അസൂയ. 5-മത്, എൻ്റെ വീട്ടിൽ ഒരു ഇമ്മീഡിയറ്റ് ഫാമിലി മെമ്പർ ഉണ്ട്. ഹൈലി പ്രൊവോക്കേറ്റീവാണ്. പക്ഷേ ആൾക്കറിയില്ല ആൾ പ്രൊവോക്കേറ്റീവാണ്. ഓക്കെ. പക്ഷേ ഹൈലി പ്രൊവോക്കേറ്റീവാണ്. അതുപോലെ വാക്കുകളൊക്കെ ഭയങ്കരമായിട്ട് വാക്കുകളാണ്, കുത്തുവാക്കുകളാണ്. നമ്മളെന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ഉത്തരമൊക്കെ ഓപ്പോസിറ്റ് ആയിരിക്കും. പിന്നെ നമ്മുടെ അടുത്ത് 100 കൂട്ടം ചോദിക്കും. എന്ന് വെച്ചാൽ ഇൻട്രൂഷൻ എന്ന് പറയും, കടന്നുകയറ്റം. അപ്പോൾ നമുക്ക് കുറച്ച് പ്രൈവസി ഉണ്ടെന്നൊന്നും ചിന്തയില്ലാതെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ചോദിക്കുന്ന ആൾക്ക് അത് തെറ്റാന്നുള്ള ബോധമില്ല എന്നുള്ളതാണ് നിർഭാഗ്യവശാലുള്ള അവസ്ഥ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നല്ല സ്വഭാവ ദൂഷ്യമുള്ള ആളാണ്, എന്നാൽ നമ്മുടെ ഇമ്മീഡിയറ്റ് ഫാമിലി മെമ്പറാണ്. നമുക്കത് എങ്ങനെയും സോൾവ് ചെയ്തേ പറ്റും.
ഇപ്പം ഞാൻ ചെയ്തത് എന്താ വെച്ചാൽ ഈ ആദ്യം നമ്മളോട് ആർക്കെങ്കിലും എന്തെങ്കിലും ഇഷ്ടക്കേടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം റിലേഷൻഷിപ്പ് ഒന്ന് ക്യാച്ചപ്പ് ചെയ്യേണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഞാനിടയ്ക്ക് ആൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ ഭക്ഷണമൊക്കെ മേടിച്ചുകൊണ്ട് വരും. വല്ലപ്പോഴൊക്കെ ഞങ്ങൾ രണ്ടുപേരും പുറത്തു പോകും, ഭക്ഷണം കഴിക്കും. പിന്നെ ആളുടെ കൂട്ടുകാരുണ്ട്, ആളുടെ കൂട്ടുകാരെ വീട്ടിൽ കൂട്ടിക്കൊണ്ട് പോകും. ഇഷ്ടമുള്ള കുറച്ച് ഫാമിലി ഫ്രണ്ട്സ് ഉണ്ട്, അവിടെ പോകും. പിന്നെ പൂക്കൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നഴ്സറിയിൽ നിന്ന് കുറച്ച് അൺഎക്സ്പെക്റ്റഡായിട്ട് ഈ ചെടികളെ കൊണ്ടു കൊടുക്കും. അപ്പോൾ അതൊരു സൈഡ് ചെയ്തു. ഓക്കെ, അത് ചെയ്തപ്പോൾ തന്നെ നല്ല വ്യത്യാസമുണ്ട്. അടുത്തത് ചെയ്തത് എന്താ വെച്ചാൽ, ഇപ്പോൾ എന്നിട്ടും നമുക്ക് ബുദ്ധിമുട്ടുകൾ വരികയാണെങ്കിൽ എനിക്ക് ആ ചോദ്യം ഇഷ്ടമായില്ല എന്ന് അറിയിക്കണത് ആളെ നോക്കിയിട്ട് മിണ്ടാതിരിക്കുക എന്നുള്ളതാണ്. ആളുടെ മുഖത്ത് നോക്കിയിട്ട് തന്നെ മിണ്ടാതിരിക്കും. അപ്പോൾ ആൾക്ക് ചെറിയ ഡൗട്ട് അടിക്കും, ഇവനെന്തോ ചോദ്യം ഇഷ്ടമായില്ല അല്ലെങ്കിൽ അപ്പോൾ എന്തെങ്കിലുമൊക്കെ പുറത്തിട്ട് പോകും. ഓക്കെ, പിന്നെ ചില സമയത്ത് ഇഗ്നോർ ചെയ്യും ചോദ്യങ്ങൾ. അത് പിന്നെ ചോദ്യങ്ങളൊക്കെ കൂടുതൽ പ്രൈവസി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണെങ്കിൽ ജനറലായിട്ട് പറയും. പിന്നെ ചില ചോദ്യങ്ങൾ പോസ്റ്റ്പോൺ ചെയ്യും. ചിലപ്പോൾ ഒന്ന് അഭിനയിക്കും, എനിക്ക് തലവേദന നമുക്ക് പിന്നെ സംസാരിച്ചാലോ എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റ്പോൺ ചെയ്യും. അപ്പോൾ എനിക്ക് കൂടുതലും ഇതിന് ഈ പ്രശ്നം എനിക്ക് സോൾവ് ചെയ്യാൻ സാധിച്ചത് ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഞാൻ ആദ്യം ചെയ്ത കാര്യങ്ങളാണ്. രണ്ടാമത്തെ കാര്യങ്ങൾ, കാരണം നമുക്ക് ചില വ്യക്തികളെ നമുക്ക് തീരെ മാറ്റാൻ പറ്റില്ല. കാരണം അവർ ദശാബ്ദങ്ങളായിട്ട് ആ ഒരു ക്യാരക്ടറായിട്ട് ആ ഒരു സ്വഭാവമായിട്ട് നടക്കുന്നവരാണ്. ആകെ ചെയ്യാൻ പറ്റുന്നത് അവരെ നമ്മൾ കെയർ ചെയ്യണമെന്ന് അവർക്ക് ബോധ്യപ്പെടണം. പിന്നെ അവർക്കുള്ള ചോദ്യങ്ങൾ നമുക്ക് എപ്പോഴും ഇഗ്നോർ ചെയ്യാൻ പറ്റില്ല. എങ്ങനെയെങ്കിലും അവരുടെ അവസ്ഥയ്ക്ക് അനുസരിച്ചുള്ള ടാക്ടിക്സ് ഡെവലപ്പ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അപ്പോൾ ഈ സൈലൻസൊക്കെ ഭയങ്കര പവർഫുള്ളാണ്. അതുപോലെ നമ്മൾ ആളുടെ മുഖത്ത് നോക്കി ആളോട് മിണ്ടാതിരിക്കുമ്പോൾ തന്നെ ആൾക്ക് മനസ്സിലാവും ആ ചോദ്യം ഈ വ്യക്തിക്ക് ഇഷ്ടമായിട്ടില്ല എന്നുള്ളത്. കുറച്ചൊക്കെ അവർ പഠിക്കും, നമുക്ക് എന്താ ഇഷ്ടം എന്താ ഇഷ്ടക്കേടുള്ളതെന്നൊക്കെ പഠിക്കുമ്പോൾ നല്ല വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും ഇതിൻ്റെയൊക്കെ ടാക്ടിക്സും കാര്യങ്ങളും ഡെവലപ്പ് ചെയ്യുക. പക്ഷേ അതൊരു മറ്റൊരു വശം എന്നുള്ളത് നമ്മൾ ആ ബന്ധം മോശമാണെങ്കിൽ ആ ബന്ധം നമുക്ക് നന്നാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ബേസിക്കലി അതാണ് ഞാൻ ആദ്യം പറഞ്ഞ ആദ്യത്തെ കാര്യങ്ങൾ. അപ്പോൾ ഇത്ര അനുഭവങ്ങളാണ് ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ. ഇതോടുകൂടി നമ്മൾ ഈ ഡിസ്കഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ചർച്ചകൾ എന്തെങ്കിലും ഉപകാരപ്പെട്ടെങ്കിൽ ഈ വീഡിയോ പ്രൊമോട്ട് ചെയ്യുക. ഓക്കെ, ഡിസ്ക്ലൈമർ. താങ്ക് യു വെരി മച്ച്. യു ടേക്ക് കെയർ.